നീ വണ്ടിയല്ല നിന്റെ അണ്ടി മൂട്ടി കെട്ടി നീ പോകും. എടാ അരിയണ്ണ, നീ വണ്ടിക്കകത്ത് അറിയുന്ന അരിവർക്കും കണക്കല്ല. നീ എന്താർത്ഥത്തിലാടാ പറഞ്ഞ പിണറായി വിജയന് മനുഷ്യത്തല്ലെന്ന്? നിനക്കൊന്ന് മൈകറിയാടാ. എടാ 975 അടിയന്തരാവസ്ഥ എന്തിനാണെന്ന് നിനക്കറിയാമോ? നിനക്ക് ഈ വണ്ടിക്കകത്ത് അറിയുന്ന നാട്ടുകാരെ പരദൂഷണം മൂഞ്ചാനല്ലേ അറിയാവൂ, അല്ലാതെ നിനക്ക് എന്തൊരു കോപ്പം അറിയാം? നീ പറഞ്ഞല്ല ഞാൻ കോൺഗ്രസിനെ അങ്ങനെ അതിരൂക്ഷമായിട്ടൊന്ന് വിമർശിക്കൂലെന്ന്. ഞാൻ വിമർശിക്കാടാ നിന്നെ. 975 ഇന്ത്യ എന്നാൽ ഇന്നലെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചോണ്ടിരുന്ന സമയത്ത് 144 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2 ആള് കൂടി നിന്ന് കഴിഞ്ഞാൽ എടുത്ത് അകത്തിരുന്ന കാലഘട്ടത്തിൽ അയാൾ 10 ആളെയും കൂട്ടി നാട്ടിലിറങ്ങിയിട്ടുണ്ട്. നിനക്ക് എന്താ അറിയാം? അന്നൊക്കെ നിന്റെ ഊക്കിയൊക്കെ എവിടെയായിരുന്നു? നീ തിരക്കിയിട്ടുണ്ടാ? നീ വലിയ വായിൽ വിടുവായത്തരം അങ്ങോട്ട് അടിക്കുന്നുണ്ടല്ല, നീ പോയി തിരക്കിയിട്ടുണ്ടാ? എടാ ഈ സീനൊക്കെ കഴിഞ്ഞാണ് അങ്ങേര് നിൽക്കില്ല. നീ 24 മണിക്കൂർ വണ്ടിക്കകത്ത് മുട്ടയ്ക്ക് അടയിരിക്കുമ്പോ നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. നിനക്ക് ഞാൻ എല്ലാന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാറുണ്ട്. 2018 പമ്പയും മണിമലയാറും മീനച്ചനും അച്ചൻകോവിലും ഭാരതപ്പുഴയും പെരിയാറും ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ജീവനാടികളായ പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകിയപ്പോൾ ഇടുക്കിയും ഇടമലയാറും ഭൂതത്താൻകെട്ടും ബാണാസുര സാഗറും കക്കിയും ചെറുതോണിയും ഉൾപ്പെടെയുള്ള ഡാമുകളുടെ ഷട്ടറുകൾ ഒന്നൊന്നായി ഉയർന്നപ്പോൾ കേരളവും തെക്കൻ കേരളവും വടക്കൻ കേരളവും ഒരുപോലെ മഹാപ്രളയത്തിന്റെ കറുത്ത കരങ്ങളിൽ അമർന്നപ്പോൾ മനുഷ്യന്റെ പ്രതീക്ഷ പോലും വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് പലരും കരുതിയ നിമിഷത്തിൽ ഈ നാടിന് മുന്നിൽ ഒരു കുട പോലെ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരിയുടെ പേരാണ് പിണറായി വിജയൻ. അറിയണ നിനക്ക് ഇതിൽ കൂടുതൽ വല്ല അറിയണോ? അറിയണമെങ്കിൽ പഠിപ്പിച്ചിറ നീ വന്നാൽ മതി. പിന്നെ നീ ഇപ്പൊ ഒരു പുതിയ മാച്ചിൽ പണം തേടി പോയായിരുന്നല്ലോ ബിഗ് ബോസിൽ. അന്ന് നിന്റെ ഈ വായ്ത്താളം ഒന്നും കണ്ടില്ലല്ല. നീ അവിടെ പോയി പഞ്ച ഉച്ചടക്കി നിന്നാണല്ല. നീ എന്നിട്ട് അവിടെ കിട്ടിയ കാശ് എടുത്തോണ്ട് വന്ന് എന്നിട്ട് വീണ്ടും നീ വണ്ടിക്കകത്ത് മുട്ടയ്ക്ക് അടയിരിക്കാൻ കയറിയപ്പോ നിനക്ക് നാക്ക് വെളിയിലോട്ട് വന്നല്ലേ? ഓ, നീ അങ്ങ് വലിയ രൂക്ഷമായിട്ടുള്ള രീതിയിലൊന്നും വിമർശിക്കൂല പോലും കോൺഗ്രസിനെ. നീ വിമർശിക്കണ്ട, നിന്നെ ഞാൻ വിമർശിക്കാം. അല്ലെങ്കിൽ ഇവിടെ അതിന് വേണ്ട സഖാക്കന്മാരിവിടെ ഉണ്ട്, അവര് വിമർശിക്കും. നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റൂലേടാ, താങ്ങാൻ പറ്റൂല. നീ വണ്ടിയല്ല നിന്റെ അണ്ടി മൂട്ടി കെട്ടി നീ പോകും.